ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മൾ തലേ ദിവസം രാത്രി പഴനി എത്തി. ആ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ നോർമലി ഒരു 10 പേര് കാണും. അതിപ്പോൾ അതിലിപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി ചേർത്ത് ഒരു 10 പേര് കാണും. അതല്ലാണ്ട് 100 പേര് കണ്ടു ഗൈസ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണൂ കേട്ടോ. പഴനിയിൽ ഇന്ന് ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ തിരക്കായിരിക്കുമോ, മര്യാദയ്ക്ക് തൊഴാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു സംശയത്തിലാണ് പോയതെങ്കിലും നമുക്ക് നല്ലൊരു ദർശനം കിട്ടി. അച്ഛനമ്മമാരൊക്കെ സൂപ്പർ ഹാപ്പി. അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. ഈ പാടവും പറമ്പും ഒക്കെ കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് എന്താണെന്നറിയോ? പണ്ട് നമ്മൾ ട്രിപ്പ് പോയിരുന്നപ്പോൾ നമുക്കൊരു കാര്യത്തിലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ വൺ ഓഫ് ദ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ടോയ്ലറ്റ്. നമ്മൾ പോകുന്ന വഴിക്ക് ടോയ്ലറ്റ് ഉണ്ടാവുമോ, ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിന് വൃത്തി ഉണ്ടാവുമോ? പണ്ട് ഇങ്ങനത്തെ എന്തിനെങ്കിലും ടെൻഷൻ അടിച്ചിരുന്നോ? ഒരു പറമ്പ് വേറെ ആൾക്കാരോ വേറെ പട്ടികളോ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു വലിയച്ഛൻ, ഒരു അമ്മാവൻ കാവൽ, സംഗതി സെറ്റാണ് അല്ലേ? ഇന്നിപ്പോൾ ഞാൻ പാത്തുവിനോട് പറമ്പിൽ പോകാമെന്ന് പറഞ്ഞാൽ അവൾ എന്നെ പറമ്പ് വഴി ഓടിക്കും. അപ്പം എൻ്റെ പറമ്പ് കഥ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കൊടൈക്കനാൽ ഏകദേശം പകുതി വഴിയായിട്ടുണ്ട്. നേരായി എല്ലാവർക്കും ചായ കുടിക്കാനും കൂടെ കടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ്. നോക്കട്ടെ അമ്മ, നോക്കട്ടെ നോക്കട്ടെ. വാവ്, അത് മതി. ഇതാണോ? നോക്കട്ടെ. റെഡി. ഹായ് ഗായ്സ്. നോക്കൂ രഞ്ജു. ഓഹോ, ജയിച്ചു വരൂ. അണ്ണാച്ചി തിരുമ്പി വന്നാച്ച്. അണ്ണാച്ചി വാങ്ങോ വാങ്ങോ. എപ്പടി ഇருக்கு? ഇറങ്ങാറില്ലേ? അവര് വന്നില്ല. നിർത്ത് വിട്ടാ, നിർത്ത്, സ്റ്റോപ്പ്. നാലെണ്ണം 1 കിലോ കട്ട് ചെയ്തിട്ട്. പാത്തന് മുളക് പൊടി ഇട്ടിട്ട് തട്ടെ? കുഴപ്പമില്ല, എല്ലാത്തിലും ഇടാൻ പറയട്ടെ. 2 എണ്ണത്തിലുമായിട്ട് വയ്ക്കണേ. 2 എണ്ണത്തില് ഉപ്പില്ല. ഓക്കേവാ? എല്ലാത്തിലും പോടുങ്കോ. എല്ലാത്തിലും പോടവാ. എന്താ ഓർഡർ ചെയ്തേ? ബട്ടർ പൊടി ദോശ. ഇതാണ് സ്പെഷ്യൽ. ആദ്യമായിട്ട് കഴിക്കണം. കരിവേപ്പില പൊടി മസാല ദോശ, പിന്നെ മഷ്റൂം മസാല. ഇതും അതെ, അടയും അവിയലും. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു, ഡിന്നറൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോവാണ്. നമ്മുടെ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 8 കിലോമീറ്റർ അകത്തേക്കുള്ളതാണ്. ആദ്യം നമ്മൾ കുറച്ച് പേടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചാൽ വലിയ വെളിച്ചവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ്. ആ പ്രോപ്പർട്ടിയുടെ ഭംഗിയും അതിൻ്റെ ചുറ്റിനുള്ള ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ റൂമിലെത്തി, എല്ലാവരും ഒന്ന് ഫ്രഷായി നമ്മൾ ക്യാമ്പ് ഫയറിന് ഇരിക്കുകയാണ്. എന്തായാലും രണ്ടുപേരും ഒപ്പം പോവാണ്. ഒരു അവസാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളെ വിജയികളായിട്ട് പ്രഖ്യാപിക്കും. പാട്ടൊക്കെ പറഞ്ഞു തരാൻ ഞാനല്ലേ. ഏത് പാട്ടാണ്? ചായയാണോ വേണ്ടേ? ചായല്ല, കാപ്പി. കാപ്പി കാപ്പി അറിയില്ല, എന്നോട് പറയുകയില്ല. ഞാൻ പാട്ട് വേണ്ട പറ. ചിത്രമനോഹര വീതിയിൽ നിങ്ങളാണ്.
ഉണ്ണിക്കിടാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി നാഥന്റെ ശോകം ബേഹദ് ഹസീ कैसे बुरी हम भी नहीं അടിപൊളി. അപ്പം ഇനി കൊടൈക്കനാൽ പാർട്ട് 2 ആയിട്ട് കാണാം ഗൈസ്. ബൈ.